വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ ഓരോ ദിവസവും കടന്നുപോയി. വെക്കേഷൻ കഴിഞ്ഞ് ദച്ചുവിന് ക്ലാസ് തുടങ്ങി. പുള്ളിക്കാരി വൻ തിരക്കാണ്. പകൽ മുഴുവൻ പഠിത്തവും രാത്രി അതിൻ്റെ ക്ഷീണം തീർക്കാൻ ഉറക്കവും. മീനാക്ഷിയുടെ നാവിന് തീരെ റെസ്റ്റില്ല. എന്നാൽ ദച്ചുവിന് വല്ല മാറ്റമുണ്ടോ? യാമി ആകെ ബോറടിച്ചിരിക്കുകയാണ്. ദേവു ഇടയ്ക്ക് വരാറുണ്ടെങ്കിലും ആകെ ഒരു വല്ലായിക. അന്നു പോയതിൽ പിന്നെ വടക്കേടത്തേക്ക് പോയിട്ടില്ല. പോകാൻ ഒരു മടി. രാവിലെ ഫോൺ ബെല്ല് കേട്ടാണ് യാമി ഉണർന്നത്. ദേവുവാണ്. അച്ഛനെ ഉറങ്ങാനും സമ്മതിക്കില്ല പെണ്ണെ നീ. നട്ടുച്ചയായി. എനിക്ക് യാമിജി ഒന്നിവിടെ വരെ വരാമോ? അത്യാവശ്യമാണ്. ദേവു നിർത്താതെ സംസാരിക്കുകയാണ്. എന്തിന്? എന്താ അത്യാവശ്യം? അതൊക്കെയുണ്ട്. ചേച്ചി ഒന്ന് വാ. നിന്റെ കാലിനേട്ടനുണ്ടോ അവിടെ? ദേവനുമായിട്ടുള്ള അടിപിടി ദേവുവിനോട് അവൾ പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ട് ദേവു തലകുത്തി മറിഞ്ഞ് ചിരിയായിരുന്നു. ഏട്ടൻ ഇവിടെ ഇല്ല. ചേച്ചി ധൈര്യമായിട്ട് വാ. ഓക്കെ. യാമി ഫോണും വെച്ച് ഫ്രഷായി വന്നു. മീനാക്ഷിയോട് പറഞ്ഞിട്ട് ഇറങ്ങി. അവിടെ ദേവന്റെ കാറില്ലെന്ന് കണ്ടപ്പോഴേ അവൾക്ക് ആശ്വാസമായി. ഡോറ് തുറന്ന് കിടക്കുന്നത് കൊണ്ട് നേരെ അടുക്കളയിലേക്കാണ് പോയത്. മായ അവിടെ തിരക്കിലാണ്. മായമ്മോ, എന്താണ് സ്പെഷ്യൽ? ഇതാരെ? യാമിയോ? അന്ന് പോയിട്ട് പിന്നെ ഇന്നാണല്ലേ ഞങ്ങളെയൊക്കെ ഓർമ്മ വന്നത്. മായ പരിഭവം അറിയിച്ചു. എൻ്റെ പൊന്നു മായ ആൻറ്റി, ഞാൻ ഫുൾ ബിസിയാണെന്ന്. ഒരുപാട് പഠിക്കാനൊക്കെയുണ്ട്. എടി നുണച്ചി, ഇങ്ങനെ നുണ പറയാതെ. നീ ഇവിടെ ചൊറിയും കുത്തിയിരിക്കുവാണെന്ന് മീനാക്ഷി പറഞ്ഞല്ലോ. ഞാൻ അമ്പലത്തിൽ വെച്ച് കണ്ടിരുന്നു. ആണല്ലേ? അത് പോട്ടെ. എവിടെ ഇവിടുത്തെ പെൺതരി? രാവിലെ എന്നെ ഇപ്പം എവിടെ എത്തണമെന്നും പറഞ്ഞ് വിളിച്ചതാ. യാമി മായയോട് ചോദിച്ചുകൊണ്ട് ദേവുവിനെ തിരക്കി ഇറങ്ങി. റൂമിൽ ചെല്ലുമ്പോൾ അവൾ ഒരേ എഴുത്തും വായനയും. ഇടയ്ക്ക് ഫോണിലൊക്കെ നോക്കുന്നുമുണ്ട്. ഇവൾ പഠിക്കുന്നത് കാണാനാണോ എന്നെ അത്യാവശ്യപ്പെട്ട് വിളിച്ചു വരുത്തിയത്? വന്നോ? വാ, നമുക്ക് കുറച്ച് പ്ലാൻ ചെയ്യാനുണ്ട്. ദേവു അവളിരുന്ന കട്ടിൽ നിന്ന് ചാടി ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു. എന്ത് പ്ലാൻ ചെയ്യാൻ? നിന്റെ ചേട്ടനെ ഒലക്കടിക്കാനാണോ? യാമി ആവേശത്തോടെ ചോദിച്ചു. അതിനെനിക്കിപ്പോൾ ചേച്ചിയുടെ ആവശ്യമൊന്നും വേണ്ട. അത് വിട്, ഇത് വേറെയാ. ജിത്തുവേൻ്റെ ബർത്ത്ഡേ ആണ്. ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്യണം. നീതുവേട്ടത്തിക്ക് വേണ്ടിയാണ്. ഐഡിയ കണ്ടുപിടിക്കാൻ എന്നെ ഏൽപ്പിച്ചു. ചേച്ചി ഒന്ന് ഹെൽപ്പ് ചെയ്യണം. കുറച്ച് ഐഡിയ എടുത്തെറിയും ഞാൻ. ദേവു പറഞ്ഞത് കേട്ട് അവൾ ചിന്താമഗ്നയായി. അപ്പോൾ അതാണ്. അത് നിനക്ക് ഫോണിൽ കൂടെ പറഞ്ഞാൽ പോരായിരുന്നോ? എന്നെ എന്തിനാ ഇവിടെ വിളിച്ചു വരുത്തിയത്? അയ്യടി ചേച്ചി, ഇങ്ങോട്ടേക്ക് വന്നിട്ട് എത്ര നാളായി? എന്നും ഞാൻ അങ്ങോട്ടല്ലേ വരുന്നേ. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു. നിന്റെ കാലൻ ചേട്ടൻ ഇല്ലല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ വന്നത്. യാമിയുടെ മറുപടി കേട്ട് ദേവു ഒന്ന് പുഞ്ചിരിച്ചു. ചേച്ചി ഇനി പേടിക്കണ്ട. ദേവേട്ടൻ്റെ കാര്യം ഏകദേശം തീരുമാനമായി. മൂക്കയർ ഉടനെ വീഴും. ദേവു പകുതി കളിയായും കാര്യമായും പറഞ്ഞത് കേട്ട് യാമി അവളെ നോക്കി. ചേച്ചി, ഏട്ടൻ്റെ കല്യാണം ഏകദേശമൊക്കെ ഉറപ്പിച്ചു. ഏട്ടൻ്റെ കൂടെ പഠിച്ച ചേച്ചിയാണ് അഞ്ജന. ആ ചേച്ചിക്ക് കോളേജിൽ പഠിക്കുമ്പോഴേ താല്പര്യം ഉണ്ടായിരുന്നു എന്ന്. ചേച്ചിയുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും കൂടി ഇന്നലെ വന്നിരുന്നു. വേറൊന്നും പറഞ്ഞില്ല. അവർക്ക് താല്പര്യമുണ്ടെന്ന് മാത്രം പറഞ്ഞു. അവരൊക്കെ പോയി കഴിഞ്ഞ് അച്ഛൻ ദേവേട്ടനോട് ചോദിച്ചു. ദേവേട്ടൻ മറുപടിയൊന്നും പറഞ്ഞില്ല. അച്ഛൻ പ്രൊസീഡ് ചെയ്യാമെന്ന് അമ്മയോട് പറയുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. എന്തോ വലിയ കാര്യം പോലെ ദേവ് പറഞ്ഞത് കേട്ട് യാമി ചിരിച്ചു. അപ്പോൾ ഐഡിയ പറ ചേച്ചി. നിൽക്കു പെണ്ണേ, ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. യാമിയുടെ മനസ്സിൽ എന്തെന്നില്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞിരുന്നു. എന്നാലും മുഖത്തെ പ്രസന്നത മാറാതെ അവൾ ശ്രദ്ധിച്ചു. ചേച്ചി, ഞാൻ ഒരു കാര്യം പറഞ്ഞമ്മ വിഷമം തോന്നുമോ? ദേവുവിൻ്റെ ചോദ്യമാണ് യാമിയെ ചിന്തകളിൽ നിന്നുണർത്തിയത്. എന്താടി പറയാം? ഞാൻ കരുതി. ദേവു പതറുന്നുണ്ട്. നീ എന്താ കരുതിയേ? ഞാൻ കരുതി ചേച്ചിയും ദേവേട്ടനും അടികൂടി വഴക്കൊക്കെ ഉണ്ടാക്കി അവസാനം പ്രണയിക്കുമെന്നാ. യാമിയുടെ ഉള്ളിൽ ഒരു വേദന പോലെ തോന്നി. താനും അത് ആഗ്രഹിച്ചിരുന്നുവോ? ഇല്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല. എനിക്കും അമ്മയ്ക്കും ഏട്ടത്തിക്കും ഒക്കെ ചേച്ചിയെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നായിരുന്നു ആഗ്രഹം. ദേവേട്ടൻ്റെ പെണ്ണായിട്ട്. ദേവുവിൻ്റെ വാക്കുകളിൽ കുരുങ്ങിക്കിടക്കുകയാണ് യാമി. എന്തോ ഒരു വല്ലായിക. അങ്ങനെയൊന്നുമില്ല എന്ന് പറയണമെന്നുണ്ട്. പക്ഷേ നാവ് വഴങ്ങുന്നില്ല. എന്താണ് തനിക്ക് പറ്റുന്നത്? കുറച്ചുനേരം അവിടെ നിശബ്ദത നിറഞ്ഞു. നിശബ്ദതയെ തകർത്തുകൊണ്ട് ദേവുവിൻ്റെ ഫോൺ ശബ്ദിച്ചു. നീതുവേട്ടത്തിയാണ്. അവൾ സ്പീക്കറിലിട്ടു. ദേവു മോളെ, എന്തായി? ഇപ്പം റെഡിയാക്കി ഏട്ടത്തി. ഞാൻ യാമി ചേച്ചിയോട് ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ട്. ചേച്ചി സെറ്റാക്കും. ആണോ? എങ്കിൽ ശരി, ഞാൻ വിളിക്കാം മോളെ. അതും പറഞ്ഞ് നീതു ഫോൺ വെച്ചു. ഐഡിയകൾ പലതും കിട്ടി. ചിലത് യാമിക്ക് ഇഷ്ടമാവില്ല, ചിലത് ദേവുവിന് പിടിക്കില്ല. രണ്ടുപേർക്കും പിടിച്ചാൽ നീതുവിന് ഇഷ്ടമാവില്ല. അവസാനം സർപ്രൈസ് പാർട്ടി സെറ്റ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു.
അവരുടെ കുടുംബം മാത്രമുള്ള രീതിയിൽ. പ്ലാൻ എല്ലാം റെഡിയായി. ഇനി ഇത് വീട്ടിലുള്ളവരോട് പറയണം. ആദ്യം ആദിയോട് പറയാം. ആദിയുടെ റൂം ലക്ഷ്യമാക്കി അവർ നടന്നു. ഇതാണോ ഇത്രയും നേരം ആലോചിച്ചിട്ട് കിട്ടിയത് എന്ന് ചോദിക്കരുത് പ്ലീസ്, യാമി ആദിയോട് പറഞ്ഞു. ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ജിത്തുവേട്ടൻ അറിയാതെ നോക്കണം, അവൻ യാമിയോടും ദേവുവിനോടുമായി പറഞ്ഞു. അതൊക്കെ നിങ്ങളുടെ കയ്യിലാണ്. യാമി കൈമലർത്തി. നെക്സ്റ്റ് വീക്കല്ലേ, നമുക്ക് ശരിയാക്കാം. ആദിയുടെ സപ്പോർട്ട് കൂടി കിട്ടിയതോടെ അവർക്കൊരു സമാധാനമായി. പിന്നെ മോളെ ദേവു, ഒന്നവിടെ നിന്നേ. നീ പറഞ്ഞതുകൊണ്ടും ഒന്നുമല്ല, യാമി പറഞ്ഞതുകൊണ്ടാണ്. യാമിയെ നോക്കി അവൻ പറഞ്ഞത് കേട്ട് ദേവു ഒന്ന് പുച്ഛിച്ചു. കണ്ടോ യാമിച്ചി, അവൻ എന്നെ ഒരു ബഹുമാനവും ഇല്ല. തിരികെ റൂമിലേക്ക് വന്നിട്ട് യാമിയോട് പരാതി പറയുകയാണ് ദേവു. പോട്ടെ, സാരമില്ല, അവൻ ഇത്രയല്ലേ പറയുന്നുള്ളൂ, പാവം. ഓ, അവൻ അത്ര പാവമൊന്നുമല്ല. ചേച്ചി അവളുടെ അത്ര കൂട്ടുകൂടുണ്ട് കേട്ടല്ലോ. യാമി അവളുടെ മട്ടും ഭാവവും ഒക്കെ കണ്ട് ചിരിയടക്കി. ദേവുവിനെ എല്ലാം പറഞ്ഞേൽപ്പിച്ച് അവൾ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് ദേവന്റെ വണ്ടി എതിരെ വന്നത്. അവളെ കണ്ട് അവൻ വണ്ടി സ്ലോ ചെയ്തുവെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. അവൻ വണ്ടി അവളോട് ചേർത്ത് തന്നെ നിർത്തി. അല്ല, ഊരക്കത്തണ്ടി ക്ഷീണിച്ചോ? ദേവൻ വിടാൻ ഭാവമില്ലായിരുന്നു. അത് നിങ്ങളുടെ മറ്റവൾ. എനിക്ക് മറ്റവളൊന്നും ഇല്ല. ആ, ഉണ്ടാവുമ്പോൾ വിളിച്ചോ. എന്തായാലും എൻ്റെ മറ്റവൾ നിന്നെപ്പോലെ ഇങ്ങനെ ഊരുതണ്ടി വായി നോക്കിയൊന്നും നടക്കുന്നവളായിരിക്കില്ല. ദേവൻ ചൊറി തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. എടോ, ഞാനല്ലേ ഇങ്ങനെ നടക്കുന്നേ, അതിന് തനിക്കെന്താ നഷ്ടം? ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നടക്കും, താൻ ചോദിക്കാൻ വരണ്ട. യാമിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണും മൂക്കുമില്ലാത്ത അവസ്ഥയായിരുന്നു. ഓ, എന്നാലും എൻ്റെ വീട്ടിലാണല്ലോ ഇങ്ങനെ തെണ്ടി നടക്കുന്നേ, അതുകൊണ്ട് പറഞ്ഞതാണേ. അവളുടെ ദേഷ്യം അവൻ ആസ്വദിച്ചു തുടങ്ങിയിരുന്നു. ആ, കണക്കായിപ്പോയി. ഇയാൾ വലിയ സൽസ്വഭാവി വന്നിരിക്കുന്നു. തൻ്റെ സൽസ്വഭാവങ്ങളൊക്കെ വിത്ത് പ്രൂഫ് പുറത്തോട്ട് വിടണ്ടെങ്കിൽ താൻ ചുമ്മാ ചൊറിയാൻ വരാതെ പോയേ. യാമി അവസാനത്തെ വാക്കെന്ന പോലെ പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. ഡി, ഭീഷണിയാണോ? അവൻ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അവൾ പോയ വഴിയെ വിളിച്ചു ചോദിച്ചെങ്കിലും അവൾ മൈൻഡ് ചെയ്തില്ല. എന്താണ് അവൾ ഉദ്ദേശിച്ചതെന്ന് പിടികിട്ടാതെ അവൻ നിന്നു. വീട്ടിലെത്തിയിട്ടും അവൾക്ക് ഒരേ അസ്വസ്ഥത തന്നെയായിരുന്നു. ദേവനെ കണ്ടതും പറഞ്ഞതും ഒന്നുമല്ല, ദേവു പറഞ്ഞ കാര്യങ്ങളാണ് പ്രശ്നം. അത് ആലോചിക്കും തോറും ഒരു മനോവേദന. രാത്രി വാട്സപ്പ് തുറന്നപ്പോൾ ദേവുവിൻ്റെ മെസ്സേജ്. ചേച്ചി, കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്യണം, നാളെ ഇങ്ങോട്ടേക്ക് വരുമോ? ചേച്ചി വരുമെങ്കിൽ നീതുവേട്ടത്തി നാളെ ലീവ് എടുക്കാമെന്ന്. അവൾക്ക് റിപ്ലൈ ആയിട്ട് ഒരു ഓക്കെ അയച്ചു. ഇൻസ്റ്റയിൽ കയറി സമയം കളഞ്ഞു. വെറുതെ ഒരു ഉൾപ്രേരണയിൽ ദേവന്റെ അക്കൗണ്ട് നോക്കി. ഭാഗ്യം, പബ്ലിക് അക്കൗണ്ടാണ്. ഒരുപാട് ഫോട്ടോസും ഉണ്ട്. അമ്മയും ദേവുമൊക്കെ ആയിട്ടുള്ളതൊക്കെയുണ്ട്. സൗന്ദര്യം കുറച്ച് കൂടിപ്പോയതിൻ്റെ അഹങ്കാരവും ഉണ്ട്. ഓരോ ഫോട്ടോയും സൂം ചെയ്ത് നോക്കുകയാണ് അവൾ. അതിനിടയിലാണ് ഒരു ഫോട്ടോ അവളുടെ കണ്ണിൽപ്പെട്ടത്. ഒരു പെൺകുട്ടിയുമായിട്ടുള്ളത്. ക്യാപ്ഷൻ, വിത്ത് മൈ അഞ്ജൂസ്. ഇതായിരിക്കും ആ കുട്ടി. കാണാൻ നല്ല ഭംഗിയുണ്ട്. ടാഗ് ചെയ്തിട്ടുള്ളത് കൊണ്ട് അവരുടെ അക്കൗണ്ടിൽ കയറി. അവളുടെ നെഞ്ചൊക്കെ പടപടാ മിടിക്കുന്നുമുണ്ട്. എന്തിനോ എന്തോ അവളും ആലോചിച്ചു. ഇത് തന്നെയാള്. കാണാനൊക്കെ സുന്ദരിയാണ്, വെറും സുന്ദരിയല്ല. ആരും നോക്കി പോവും. ഇതിനു മുമ്പ് എന്നെ കൊണ്ട് നിർത്തിയ കോമഡി ആയിരിക്കും, അവൾ ആലോചിച്ചു. ഞാനെന്തിനാ ഇങ്ങനെയൊക്കെ ആലോചിക്കുന്നേ? വെറുതെ ഓരോ പൊട്ടത്തരങ്ങൾ. ഇതുവരെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. ഇനിയും അങ്ങനെ മതി. അതും കുറച്ചുകൂടി ഊട്ടിയുറപ്പിക്കാൻ 2 സിംഗിൾ പസംഗ സ്റ്റാറ്റസ് കൂടി അവൾ ഇട്ടു. ഇപ്പം എന്തൊരാശ്വാസം. ആദ്യമായിട്ട് ഒരു ഫീലിംഗ് തോന്നിയതിൻ്റെ ഒരിതുണ്ട്. അതൊക്കെ പ്രായത്തിൻ്റെയാണ്. അയാളെങ്ങാനും അറിഞ്ഞുള്ള അവസ്ഥ ആലോചിച്ചാൽ തീരുന്ന പ്രശ്നം ഇതിനെ കൊള്ളിയാമി. അവൾ ഓരോന്നോർത്ത് സ്വയം ആശ്വസിച്ചു. പിറ്റേന്നും രാവിലെ തന്നെ അവൾ വടക്കടത്തേക്ക് തിരിച്ചു. അവിടെ ചെല്ലുമ്പോൾ ജിത്തു ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിയിരുന്നു. ഇതാരാ, പിന്നീട് ഇങ്ങോട്ട് കണ്ടിട്ടില്ലല്ലോ. ജിത്തുവിന് മറുപടിയായി ഒരു പുഞ്ചിരി കൊടുത്തു. മായയെ കണ്ടതിനു ശേഷം നേരെ ദേവുവിൻ്റെ മുറിയിലേക്ക് വിട്ടു. സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഒരു വലിയ ഹാളിലേക്കാണ്. അതിനോട് ചേർന്ന ബാൽക്കണി. ഹാളിൻ്റെ ഇടതുഭാഗത്താണ് ദേവുവിൻ്റെ റൂം. അതേ ഭാഗത്തായി ഒരു ഗസ്റ്റ് റൂം. വലതുഭാഗത്ത് ദേവൻ്റെയും ആദിയുടെയും റൂമുകൾ. ദേവുവിൻ്റെ റൂമിലേക്ക് കയറുന്നതിനിടയിൽ അവളുടെ കണ്ണുകൾ അറിയാതെ തന്നെ ദേവൻ്റെ റൂമിലേക്ക് പാഞ്ഞു. അടഞ്ഞുകിടക്കുന്ന ഡോറിൽ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവൾ ദേവുവിൻ്റെ റൂമിലേക്ക് നടന്നു. ദേവു ബാത്റൂമിലാണ്. അതു മനസ്സിലാക്കിയ യാമി നേരെ ബാൽക്കണിയിലേക്ക് നടന്നു. ബാൽക്കണിയിലെ സോപാനത്തിലിരുന്നു. ഈ വീട്ടിലെ ഏറ്റവും ബെസ്റ്റ് പ്ലേസ് അതിവിടെയാണ് എന്നവൾക്ക് തോന്നി.
പുറത്തേക്ക് നോക്കിയാൽ ഒരു ഭാഗത്തു മരങ്ങളും പറമ്പും ഒക്കെ കാണാം, മറുഭാഗത്ത് പച്ചപ്പ് വിരിഞ്ഞു നിൽക്കുന്ന പാടം. പിന്നിലൊരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി. ആദിയാണ്. എന്താണ്, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുകയാണോ? ആദി അവളുടെ അടുത്ത് വന്നിരുന്ന് ചോദിച്ചു. ഹേയ്, ഞാൻ വെറുതെ. യാമിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? അവൻ ചോദിച്ചതിന്റെ പൊരുൾ മനസ്സിലാകാതെ അവൾ അവനെ തന്നെ നോക്കി. അല്ല, സാധാരണ ഇവിടെ വരുമ്പോഴുള്ള ഒരു ഉത്സാഹം ഇന്ന് ആ കണ്ണുകളിൽ കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഹേയ്, അങ്ങനെയൊന്നുമില്ല ആദി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ കുറച്ച് സൈക്കോളജിയൊക്കെ പഠിച്ചിട്ടുണ്ട്, അത് വെച്ച് ചോദിച്ചതാ. അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ എനിക്ക് തോന്നിയതാവും. ചേച്ചി ഇവിടെ നിൽക്കുവാണോ? വാ, നമുക്ക് ഏട്ടത്തിയുടെ അടുത്ത് പോവാം. ദേവു അവളെ വലിച്ചുകൊണ്ടുപോയി. തിരിഞ്ഞ് ആദിയെ നോക്കി. ആദി അവളെ നോക്കി ചിരിച്ചു. മറുപടിയായി അവനെയൊന്ന് നോക്കാൻ പോലും അവൾക്കായില്ല. അവൾ തല കുനിച്ച് ദേവുവിൻ്റെ കൂടെ നടന്നു. അവിടെ ചർച്ചകൾ നടക്കുന്നുവെങ്കിലും യാമി വേറൊരു ലോകത്തായിരുന്നു. ദേവുവും നീതുവും ശ്രദ്ധിച്ചിരുന്നെങ്കിലും അവളോട് ചോദിച്ചില്ല. എനിക്കെന്തോ വയ്യായ്ക പോലെ, ഞാൻ വീട്ടിൽ പൊക്കോട്ടെ? തീരെ പറ്റുന്നില്ല എന്ന് തോന്നി അവൾ ദേവുവിനോടും നീതുവിനോടും ചോദിച്ചു. ദേവുവിന് അവളെ വിടണ്ട എന്നുണ്ടായിരുന്നെങ്കിലും നീതു അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവളുടെ ആവശ്യം സമ്മതിച്ചു കൊടുത്തു. അവിടുന്ന് ഇറങ്ങി നടക്കുമ്പോൾ മുന്നോട്ടുള്ള കാഴ്ചകളെല്ലാം കണ്ണുനീർ മറച്ചിരുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത്? അറിയില്ല. ഇതെല്ലാം മുകളിലെ ബാൽക്കണിയിൽ നിന്ന് 2 കണ്ണുകൾ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ദേ മനുഷ്യനെ, ഇങ്ങനെ മസിലും പിടിച്ചിരുന്നാൽ നിങ്ങളെ ഉടനെ കെട്ടിച്ചുവിടും, ഞാൻ പറഞ്ഞേക്കാം. താല്പര്യമില്ല എന്നുള്ളത് തുറന്നു പറയുന്ന ഇത്ര പാടെന്താ? ആദി ദേവനെ ഉപദേശിക്കുകയാണ്. ഉടനെ ഒരു കല്യാണം താല്പര്യമില്ല എന്നുള്ള തീരുമാനത്തിലാണ് ദേവൻ. എന്നാൽ അച്ഛനോട് പറയാനും വയ്യ. അച്ഛൻ അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി താനായിട്ട് അച്ഛനെ വിഷമിപ്പിക്കുന്നത് അത് പറ്റില്ല. അച്ഛൻ്റെ വിഷമം സഹിക്കാൻ കഴിയില്ല. അച്ഛന് ജീവിതത്തിൽ കുറച്ചെങ്കിലും മനസ്സമാധാനം കിട്ടുന്നത് ഇപ്പോഴാണ്. ചേട്ടൻ ഇങ്ങനെ ഓരോന്നാലോചിച്ച് ഇവിടെ ഇരുന്നോ, അവസാനം കെട്ടിച്ചു വിടുമ്പോൾ പഠിച്ചോളും. അച്ഛൻ ഇതുവരെ നമ്മുടെ ആരുടെ ഇഷ്ടം നോക്കാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ഇനി ചെയ്യത്തുമില്ല. പോരാത്തതിന് അവർ ഇങ്ങോട്ട് കൊണ്ടുവന്ന പ്രപ്പോസലാണ്. പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ഫീലിങ്സ്? പെട്ടെന്നാണ് ദേവന്റെ ഫോൺ റിങ് ചെയ്തത്. ഡിസ്പ്ലേയിലെ പേര് കണ്ട് ദേവൻ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്തു. ആടാ, എന്തായി? കിട്ടിയോ? ആണോ? താങ്ക്സ് മാൻ. എന്താ? ഓക്കെ, വാട്സപ്പ് ചെയ്തിരുന്നാൽ മതിയടാ. ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ ദേവൻ കണ്ടത് അവൻ്റെ മാക്ബുക്കിൽ കളിക്കുന്ന ആദിയാണ്. ഡടാ പോയെ, നീ അങ്ങനെ ഇപ്പം ഇതിൽ കളിക്കണ്ട. ദേവൻ അതെടുത്തു മാറ്റിക്കൊണ്ട് പറഞ്ഞു. ഈയടാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഉണക്ക സാധനം ആർക്ക് വേണം? ഇത് ഉണക്ക സാധനോ? ഇറങ്ങിപ്പോടാ. ആദിയെ പടിയടയ്ക്കുന്നതിനിടയിലാണ് ദേവന്റെ ഫോണിൽ മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. ദേവൻ വെപ്രാളപ്പെട്ടത് നോക്കുന്നത് കണ്ട് ആദിയും അതിലേക്ക് നോക്കി. വാട്സപ്പ് മെസ്സേജാണ്, എന്തോ ഡീറ്റെയിൽസ് ആണ്. ആരുടെയോ. ആദ്യം ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഇതെന്തിനാ ദേവേട്ടന്? അവൻ ആലോചിച്ചുകൊണ്ട് ദേവനെ നോക്കി. അവിടെ ഞെട്ടിത്തെറിച്ച് പണ്ടാരമടങ്ങി നിൽക്കുകയാണ്. ഭാവങ്ങളൊന്നും തീരെ മനസ്സിലാകുന്നില്ല. ഈ ഡീറ്റെയിൽസ് ദേവൻ ഒന്നുകൂടി ആലോചിച്ചു. പെട്ടെന്ന് എന്തോ കത്തിയ പോലെ മുഖത്തൊരു എക്സ്പ്രഷൻ മിന്നി മറഞ്ഞു. ഇതെല്ലാം ആദ്യം നോട്ട് ചെയ്തിരുന്നു. ചേട്ടൻ എന്തിനേട്ടാ ഈ ഡീറ്റെയിൽസ്? അവൻ സംശയങ്ങൾ നിരത്തി. അത് ഓഫീസിലെ കുറച്ച് കാര്യങ്ങൾ. നീ ഇതുവരെ പോയില്ലേ? ഇറങ്ങിപ്പോടാ. ദേവൻ അവനെ പുറത്താക്കി കഥ കടച്ചു. എന്നാലും നീയായിരുന്നോ? ഓഹോ, അപ്പം മോളെ നീ റെഡിയായിരുന്നോ? അന്ന് നീ പറഞ്ഞതുപോലെ താലിയുമായി ഞാൻ ദാ വരുന്നു. ആ ഓർമ്മയിൽ ദേവന്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു. ചേച്ചി, ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ മാത്രം എന്താണ് ഇവിടെ ഉണ്ടായത്? ചേച്ചിക്ക് അയാളുടെ പ്രേമമൊന്നും തോന്നിട്ടില്ല എന്ന് ചേച്ചി തന്നെ പറയുന്നു. എന്നിട്ട് വീണ്ടും ശോകം അടിച്ചിരിക്കുന്നു. കുറച്ച് ആശ്വാസം കിട്ടുമെന്ന് തോന്നിയാണ് ദച്ചുവിനോടെല്ലാം പറഞ്ഞത്. അവളോട് പറഞ്ഞതിന് ശേഷം അവളുടെ വായിൽ നിന്ന് എല്ലാം ഏറ്റുവാങ്ങുകയായിരുന്നു യാമി. അവളുടെ പറച്ചിലൊക്കെ കേട്ടാൽ ഇതേ തന്നെ വശപ്പിശകാകുന്ന മട്ട. എൻ്റെ ചേച്ചി, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല. എനിക്ക് നിന്റെ അത്ര അറിവോ അനുഭവമോ ഒന്നുമില്ല. പക്ഷെ നിന്നേക്കാൾ ഈ കാര്യത്തിൽ വിവരമുള്ളത് കൊണ്ട് പറയുകയാണ്. നിനക്ക് അയാളോട് മുടിഞ്ഞ പ്രേമമാണ്. അയാളെ കിട്ടാൻ നിനക്കിനി പറ്റുമെന്ന് തോന്നുന്നില്ല. ദച്ചു പറയുന്നത് കേട്ട് യാമിക്ക് അവളെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു. നീ ഒന്ന് ഇറങ്ങിപ്പോണ്ട് ദച്ചു, മനുഷ്യന്റെ ഉള്ള സമാധാനം കൂടി കളയാൻ. ദച്ചു ഇളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി. യാമിക്ക് ദേഷ്യവും സങ്കടവും ഒക്കെ ഒരുമിച്ച് വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. വാള് വെക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ വിശക്കുന്നു. ആ ഒരവസ്ഥയില്ലേ, ഏതാണ്ട് അതുപോലെയൊക്കെ. ഉടുത്തിരുന്ന ധാവണി കഴുത്തിൽ കുരുക്കി ചത്തു കളഞ്ഞാലോ എന്ന് വരെ ആലോചിച്ചു പോകുന്ന അവസ്ഥ.
ദേവൻ അവിടെ മറ്റൊരാലോചനയിലാണ്. ഇത്രയും നാൾ അവളെ അടുത്ത് കാണുമ്പോൾ ദേഷ്യം പിടിപ്പിക്കുമെന്നല്ലാതെ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. ഇല്ലേ? ഇല്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ? ഇടയ്ക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ സംതിങ് അതൊക്കെ വെറുതെയാണെന്ന് കരുതി വിട്ടുകളഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ അവളാണതെന്നറിഞ്ഞപ്പോൾ ഒരു വെപ്രാളം, ഒരു സന്തോഷം. ദേവന്റെ മനസ്സിൽ ഒരു പിടിവലി തന്നെ നടന്നു. ഓരോന്ന് ഓർത്തവൻ കിടന്നു. ഇത്രയും കാലം തോന്നിയിട്ടില്ലാത്ത ഒരു സന്തോഷം. പിറ്റേന്ന് ദേവൻ രാവിലെ ഉണർന്നു. ജോഗിങ് എന്ന പേരും പറഞ്ഞ് ഒരേ ഓട്ടം. ഇടയ്ക്കുള്ളതായതുകൊണ്ട് വീട്ടിലാർക്കും ഒരു സംശയവുമില്ല. ആശ്വാസം. എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചു. യാമിയുടെ വീടിൻ്റെ മുന്നിലൊന്ന് സ്ലോ ചെയ്തു. കുനിങ്ങി നിന്ന് ഷൂലേസൊക്കെ കെട്ടി. പക്ഷേ ഒരു ഉപയോഗവുമില്ല. നമ്മുടെ നായിക കൂർക്കം വലിച്ചിറങ്ങുവാണെന്ന് നമുക്കല്ലേ അറിയൂ. തിരികെ അതുവഴി വന്നപ്പോൾ പെരുമാളിനെ കണ്ടു. ഓഫീസ് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കാനായി അയാൾ വീട്ടിലേക്ക് ക്ഷണിച്ചു. തൻ്റെ ആവശ്യവും ഏതാണ്ട് അതുതന്നെയാണല്ലോ. രാവിലെ സ്കൂളിൽ പോകാൻ എഴുന്നേറ്റ് വന്ന് ദച്ചു കാണുന്നത് ഓഫീസ് റൂമിൽ നിന്ന് ഇറങ്ങി വന്ന ദേവനെയാണ്. ഇയാളെന്താ ഇവിടെ? ഞാൻ അറിയാൻ ഈ യാമീച്ചി ഇയാൾക്ക് കെട്ടിച്ചു കൊടുത്തോ? ഇനി ഞാൻ വല്ല കോമയിലുമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമാണോ എനിക്ക് ബോധം വന്നത്? വഴിയിൽ നിന്നുകൊണ്ട് മാറി എന്ന് ആലോചിക്കുവച്ചേ. യാമിയുടെ തട്ട് കിട്ടിയപ്പോഴാണ് അവൾ ചിന്തയിൽ നിന്നും ഉണർന്നത്. എന്നാലും യാമിച്ചി, എനിക്ക് എന്താ പറ്റിയേ? പറ യാമിച്ചി, എനിക്കെന്താ? ദച്ചു ഗംഗാ സ്റ്റൈലിൽ ചോദിക്കുന്നത് കേട്ട് യാമി കിളി പറന്നു നിന്നു. ഇല്ല, എൻ്റെ മോൾക്ക് ഒന്നുമില്ല, എൻ്റെ ദച്ചുവിനൊന്നുമില്ല. യാമിയും അതേ താളത്തിൽ പറഞ്ഞു. എടി ചേച്ചിയെ, അയാളെന്താ ഇവിടെ? ഞാൻ അറിയാതെ നിന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്തോ? സത്യം പറ. ഇപ്പോഴത്തെ എന്ത് തേങ്ങ ഈ പറയുന്നതെന്ന് ചിന്തിച്ച് നിൽക്കുന്ന യാമി. നീ ഇന്ന് പോണില്ലേ? മണി 8 ഞാൻ അങ്ങോട്ട് വന്ന് നീ നോക്കിക്കോ. മീനാക്ഷിയുടെ ശബ്ദം കേട്ട് ദച്ചു ഒറ്റയോട്ടത്തിന് അടുക്കളയെത്തി. കിളി മറന്ന മട്ടിൽ യാമി പിറകെ ചെന്നു. യാമി, ഈ കോഫി ഉമ്മറത്തേക്ക് കൊടുക്ക. യാമിയുടെ കയ്യിൽ കോഫി അടങ്ങിയ ട്രേ കൊടുത്തുകൊണ്ട് മീനാക്ഷി ജോലിയിൽ മുഴുകി. ഇതാർക്കമ്മ 2 എണ്ണം? വേറെ ആരാ? യാമി 2 കോഫിയിലും കണ്ണു നട്ട് ചോദിച്ചു. ദേവനും ഉണ്ട്, എന്തോ ഒഫീഷ്യൽ കാര്യം സംസാരിക്കുന്നുണ്ട്. നീ വേഗം കൊണ്ട് കൊടുക്ക്, ചെല്ല. മീനാക്ഷി തിരിഞ്ഞു പോലും നോക്കാതെ പറഞ്ഞത് കേട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിന്നു. ദയനീയമായി ദച്ചുവിനെ നോക്കി. എവിടെ? അവൾ ദോശയും ചട്നിയും കുത്തിക്കയറ്റുവാണ്. കോലത്തി. വേറെ വഴിയില്ലാതെ യാമി കോഫിയുമായി ഉമ്മറത്തേക്ക് നടന്നു. അയാളെ മൈൻഡ് ചെയ്യണ്ട, അത്രയേ ഉള്ളൂ, മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. ഉമ്മറത്ത് ചെന്നപ്പോൾ അവിടെ ബഹുവിശേഷം. അപ്പയെ കാണുന്നില്ല. അയാളാണെങ്കിൽ ഏതോ ഫയൽ തിന്നുന്നു. ഇതിപ്പോൾ എന്താ ചെയ്യുക? ഒരു വഴിയേ ഉള്ളൂ, യാമി തീരുമാനിച്ചു. ട്രേ കൊണ്ട് ശബ്ദത്തിൽ തന്നെ ടീപ്പോയിൽ വെച്ചു. കോഫിയുമായി താളം ചവിട്ടുന്ന അവളെ അവൻ കണ്ടിരുന്നു. എങ്കിലും മനഃപൂർവ്വം നോക്കിയില്ല. അവൾക്ക് ദേഷ്യം വന്നിരുന്നു. ഓ ഭാഗ്യം, നോക്കി. അവൾക്ക് ആശ്വാസമായി. അവൻ നോക്കുന്നതിന് മുൻപേ സ്ഥലം വിടണമെന്ന് വെച്ചിട്ട് നടന്നില്ല. നോക്കി, കണ്ണുകളടഞ്ഞു. അവളൊരു പുച്ഛത്തോടെ തലതിരിച്ച് അകത്തേക്ക് നടന്നു. ദേഷ്യമാണെങ്കിലും ആ കണ്ണുകളിൽ കണ്ട ഭാവം അവളെ വീണ്ടും ആശയക്കുഴപ്പത്തിലാക്കി. വീണ്ടും ഇന്നലത്തെ അതേ അവസ്ഥ. ദേവൻ യാത്ര പറഞ്ഞു പോയിട്ടാണ് അവൾ പിന്നെ പുറത്തേക്കിറങ്ങിയത്. ദച്ചു സ്കൂളിൽ പോയി, അപ്പ ഓഫീസിൽ പോയി, അമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് ടിവിയുടെ മുന്നിലാണ്. അവൾക്കാകെ വീർപ്പുമുട്ടൽ തോന്നി. ഒരാവശ്യവുമില്ലാത്തൊരു അസ്വസ്ഥത. വെറുതെ ഇരുന്ന് ബോറടിച്ചു തുടങ്ങിയപ്പോഴാണ് ഐഷു വിളിക്കുന്നത്. ക്ലാസ്സിനെ പറ്റിയും കോളേജിലെ പഴയ കാര്യങ്ങളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. കാത്തുവിനെ കോൺഫറൻസ് കോൾ ചെയ്തു. അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് റിലാക്സ് ആയതുപോലെ അവൾക്ക് തോന്നി. വൈകുന്നേരം ദച്ചുവിൻ്റെ കൂടി അടി വെച്ചപ്പോൾ ബാക്കി കൂടി ഓക്കെ ആവുന്നതുപോലെയും. പതിയെ എല്ലാം ശരിയാകും, അവളുടെ മനസ്സ് പറഞ്ഞു. നമ്മുടെ വിഷമങ്ങൾക്കുള്ള പരിഹാരം നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നത് എന്ത് ശരിയാണ്, അവൾ ആലോചിച്ചു. അതുമോർത്ത് അവൾ കിടന്നു. അവിടെ ദേവന് നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 എണ്ണം അടിക്കാമെന്ന് വെച്ചാൽ അതുപോലും പറ്റണില്ല. യങ്, ടാലന്റഡ്, പ്രോമിസിങ്, അഗ്രസീവ് ബിസിനസ്മാൻ ദേവപ്രയാഗ്. നീ ഇങ്ങനെ ഒരവസ്ഥയിൽ? മോശം. അതെന്താ? എനിക്ക് ഈ അവസ്ഥ പറ്റില്ലേ? ഞാനെന്താ മനുഷ്യനല്ലേ? ആണ്. പക്ഷേ ഒരു പെണ്ണിൻ്റെ കാര്യത്തിൽ എനിക്ക് എന്താ പറ്റിയത്? ദേവന്റെ മനസ്സിലെ ചിന്തകൾ പലവിധമായിരുന്നു. മനസ്സ് പറയുന്നതൊന്നും ശരീരം അനുസരിക്കാത്തതുപോലെ. മറ്റൊരവസ്ഥയിലായിരുന്നു അവൻ. ഓരോന്നോർത്തവൻ കിടന്നു. പറ്റുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഇല്ല. രണ്ടും കൽപ്പിച്ചവൻ എഴുന്നേറ്റു. സമയം നോക്കി. 12:15. പതിയെ ഡോറ് ചാരി പുറത്തേക്കിറങ്ങി. ഒരേ ഒരു ലക്ഷ്യം മാത്രം,
യാമി. പുറത്ത് മഴ തകർക്കുന്നുണ്ടായിരുന്നു. മഴയുടെ താളത്തിനിമ്പമായി ഇടിയും മിന്നലും. മിന്നലിന്റെ വെളിച്ചം അവളുടെ മുറിയിലേക്ക് അരിച്ചു കയറുന്നുണ്ടായിരുന്നു. കോണിപ്പടിക്ക് നേരെ കാണുന്ന മുറിയുടെ മുൻപിലെത്തി ഒരു നിമിഷം അവൻ നിന്നു. ഒരിക്കൽ ഈ മുറിയുടെ ജനാലയുടെ അടുത്ത് നിന്ന് യാമിയെ കണ്ടത് അവൻ ഓർത്തു. പതിയെ വാതിലിലൊന്ന് തള്ളി. ചെറിയൊരു ശബ്ദത്തോടെ വാതിൽ തുറന്നു. അവൻ്റെ ഹൃദയതാളം മഴയുടെ താളത്തിനേക്കാൾ ശബ്ദത്തിൽ പുറത്തു കേൾക്കുന്നു എന്ന് അവന് തോന്നി. അവളുടെ കട്ടിലിനടുത്തേക്ക് അവൻ നടന്നു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ കാതോരം ചേർന്ന് അവൻ പറഞ്ഞു, സോറി. മുഖത്തെ നനവ് അവളുടെ ചെവിയിൽ തട്ടിയിരുന്നു. അതറിഞ്ഞെന്നോണം അവളൊന്ന് ചിണുങ്ങി. അത് കണ്ട് അവനൊന്ന് പേടിച്ചെങ്കിലും അവളിൽ നിന്ന് വലിയ പ്രതികരണമൊന്നും ഉണ്ടായില്ല. തിരികെ വീട്ടിൽ വന്ന് കട്ടിലേക്ക് വീണു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന യാമിയുടെ മുഖം മനസ്സിൽ ആവാഹിച്ച് അവൻ ഉറങ്ങി.